അക്ഷയ മലയാളിയിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതും അത്യന്തം പ്രധാനവുമായ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കർഷകർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില നിർണായക മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഉടൻ എത്താനിരിക്കുകയാണ്. നിലവിലെ ഈ പദ്ധതിയിലൂടെ 21 ഗഡുക്കൾ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. 22ാം ഗഡു ലഭിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് കർഷകർ. ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഗഡു വിതരണത്തിന് മുന്നോടിയായി PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. കൂടുതൽ കർഷകർക്ക് ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ. മൊത്തത്തിൽ 5ഓളം പുതിയ ഓപ്ഷനുകളാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പ് പലർക്കും സാങ്കേതിക പ്രശ്നങ്ങൾ, രേഖകളിലെ ചെറിയ പിശകുകൾ, ഇക്വൈസിലെ തടസ്സങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ തുക മുടങ്ങിയിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ സംവിധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. മുമ്പ് നൽകിയ മൊബൈൽ നമ്പർ നഷ്ടമായവർക്കും മാറ്റേണ്ടി വന്നവർക്കും ഇനി വെബ്സൈറ്റ് വഴി തന്നെ വളരെ എളുപ്പത്തിൽ പുതിയ നമ്പർ ചേർക്കാൻ കഴിയും. ഇത് OTP ലഭിക്കുന്നതിനും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും സമയത്ത് അറിയുന്നതിനും സഹായകരമാണ്. ഇതോടൊപ്പം പദ്ധതി ഇനി ആവശ്യമില്ലാത്തവർക്ക് സറണ്ടർ ഓപ്ഷൻ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പദ്ധതിക്ക് അർഹതയില്ലാത്തവരുമായ കർഷകർക്ക് ഭാവി നിയമ നടപടികൾ ഒഴിവാക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കാം. താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ഇക്വൈസി നടപടികൾ ഇപ്പോൾ വീണ്ടും സജീവമാണ്. മുൻഗഡുക്കൾ ലഭിക്കാത്തവരും പുതിയ ഗഡുവിനായി കാത്തിരിക്കുന്നവരും ബയോമെട്രിക് വഴിയോ ഐറിസ് സ്കാൻ വഴിയോ ഇക്വൈസി നിർബന്ധമായും പൂർത്തിയാക്കണം. ചിലർക്ക് റീക്വൈസി ചെയ്യണമെന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. അത്തരക്കാർ ഉടൻ തന്നെ അത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. സർക്കാർ അനർഹരെ ഒഴിവാക്കുന്നതിനായി പരിശോധനകൾ ശക്തമാക്കിയതിന്റെ ഭാഗമാണ് ഈ റീക്വൈസി നിർദ്ദേശങ്ങൾ. കൂടാതെ ഓൺലൈൻ റീഫണ്ട് ഓപ്ഷൻ, കോണ്ടാക്ട് പോയിന്റ് വെരിഫിക്കേഷൻ, സറണ്ടർ സ്റ്റേറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം എന്നിവ ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രേഖകളിലെ ചെറിയ പിശകുകൾ കാരണം തുക മുടങ്ങിയവർക്ക് ഈ പുതിയ ഓപ്ഷനുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ തിരുത്താനും അടുത്ത ഗഡു ഉറപ്പാക്കുവാനും സാധിക്കും. ഫെബ്രുവരി മാസത്തിൽ തന്നെ 22ാം ഗഡു ലഭിക്കുമെന്ന ശക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും PM കിസാൻ വെബ്സൈറ്റിൽ കയറി സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്തെങ്കിലും അപ്ഡേറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കുകയും ചെയ്യണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് അത്യന്തം നിർബന്ധമാണ്. ഇത് 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. 5 മുതൽ 7 വയസ്സ് വരെയും 15 മുതൽ 17 വയസ്സ് വരെയാണ്. ഈ പ്രായങ്ങളിൽ വിരലടയാളം, കണ്ണിന്റെ ഐറിസ് സ്കാൻ എന്നിവ നിർബന്ധമായും പുതുക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ഈ സേവനം പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റു ഔദ്യോഗിക രേഖകൾക്കും ഭാവിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ അപ്ഡേഷൻ എത്രയും വേഗം പൂർത്തിയാക്കുന്നത് നല്ലതാണ്. അടുത്ത അറിയിപ്പ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ജനുവരി മാസത്തെ ആദ്യ ഗഡുവിന്റെ വിതരണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ 2ാം ഘട്ടം അപ്രൂവൽ നടപടികൾ ഈ മാസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അർഹരായവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും. ആദ്യം അപേക്ഷ നൽകിയ 5 ലക്ഷം പേരിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ അർഹരായവർക്കാണ് ഈ ഘട്ടത്തിൽ മുൻഗണന. അപേക്ഷ സമർപ്പിച്ചവർ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഈ വർഷം സഹായം ലഭിക്കാത്തവർക്ക് അടുത്ത വർഷം പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സഹിതം വീണ്ടും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകരെ കുറിച്ചാണ്. പല അപേക്ഷകളും രേഖകളിലെ പൊരുത്തക്കേടുകൾ കാരണം മുടങ്ങുന്ന സാഹചര്യമുണ്ട്. പേരിൽ വ്യത്യാസമുള്ളവർ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അപേക്ഷ അപ്രൂവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപേക്ഷയുടെ സ്റ്റേറ്റസ് ഉടൻ പരിശോധിക്കുക. റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ രേഖകൾ വീണ്ടും കൃത്യമായി സമർപ്പിക്കേണ്ടതാണ്. ഇത് അവഗണിച്ചാൽ പെൻഷൻ ലഭിക്കാൻ കൂടുതൽ വൈകാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത രാജ്യത്തെ വാഹന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ് ആണ്. ഇന്ധനക്ഷമത നിയമങ്ങളിൽ ഭാരം കുറഞ്ഞ ചെറു കാറുകൾക്ക് നൽകാനിരുന്ന പ്രത്യേക ഇളവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. മുൻപ് തയ്യാറാക്കിയ കരട് നിർദ്ദേശത്തിൽ 900 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള പെട്രോൾ കാറുകൾക്ക് ഇളവ് നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ പ്രകാരം ഭാരമേറിയ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളും ഭാരം കുറഞ്ഞ കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികളും എല്ലാവരും ഒരുപോലെ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ഇത് ഇന്ത്യയിലെ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പ്രധാനമായും ഇലക്ട്രോണിക് ഹൈബ്രിഡ് വാഹനങ്ങൾ കൂടുതൽ വിപണിയിലെത്തിക്കാൻ കമ്പനികൾക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും. യഥാർത്ഥ ഇന്ധനക്ഷമത കൈവരിക്കുക,
നിർമ്മാതാക്കൾക്കിടയിൽ അസമത്വം ഒഴിവാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ നിയമങ്ങൾ 2027 ഏപ്രിൽ മുതൽ 5 വർഷത്തേക്കാണ് ബാധകമാകുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് ഒരു കാറിന്റെ ഏകദേശം $550 വരെ പിഴ അടയ്ക്കേണ്ടി വരും. അതേസമയം കൂടുതൽ ഇലക്ട്രോണിക് ഹൈബ്രിഡ് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനികൾക്ക് ക്രെഡിറ്റ് സിസ്റ്റം വഴി പ്രത്യേക ആനുകൂല്യങ്ങളും നൽകും. 2032ഓടെ വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ പുറന്തള്ളൽ ഗണ്യമായി കുറയ്ക്കാനാണ് സർക്കാർ ശ്രമം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.